അവിടെയുള്ള വിഗ്രഹം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കാലാകാലങ്ങളിൽ എടുത്തുകൊണ്ട് പോയി പൂശി അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്ത് ബാക്കിയുള്ളവർക്കെല്ലാം പൂശി എല്ലാവരെയും പോറ്റുന്ന കൊച്ചു പോറ്റി. ഇപ്പോൾ തൈര് ചോദിച്ചപ്പോൾ ബീന ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. ബീന കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നിന്നവർ മുറുമുറുത്തു. കടയിൽ വാങ്ങാൻ വന്നവർ മുറുമുറുത്തു. എന്തിനാണ് ഈ സ്വാമിക്ക് ഈ പോറ്റിക്ക് ഇത് കൊടുക്കുന്നത്? അവൻ കള്ളനല്ലേ, കൊള്ളക്കാരനല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാൻ പാടില്ല നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ബീന കൊടുത്തില്ല. ബീന പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും എതിർക്കുകയാണെങ്കിൽ തൈരില്ല എന്ന് പറഞ്ഞു. ഇത് വലിയ വൈറലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബീന ചാനൽ താരമായി. പക്ഷെ ബീനയും അത്യാവശ്യം ഒരു കളി കളിച്ചു. ബീന ആദ്യമൊക്കെ വന്ന ചാനലുകളോട് പറഞ്ഞു ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു, ആ ഒരു പാക്കറ്റാണെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ച് ചോദിച്ചിട്ട് കൊടുക്കാൻ സമയത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്നായി. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വന്ന ചാനലുകളിൽ കുറച്ച് കഴിഞ്ഞ് എല്ലാ ചാനലുകളും പല ചാനലുകളിലും പോയി എടുത്തു, അവരെ ബൈറ്റ് എടുത്തു. പിന്നെ വന്ന ചാനലുകളിൽ ബീനയും അങ്ങ് ചാമ്പ്യനായി. അത് ഞാൻ തന്നെയാണ് കൊടുക്കാതിരുന്നത്, മനഃപൂർവ്വം കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ബീന അതെല്ലാം അങ്ങോട്ട് ഓണപ്പ് ചെയ്തു. ഇതൊക്കെ സംഭവിക്കുന്നു. നമ്മൾ ബീനയെ പറയാനോ ട്രോളാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയൊക്കെയാണ് പോറ്റിയത്? എങ്ങനെയാണ് ഒരു സാധാരണ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി നാട് വിട്ടുപോയി, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നാട് വിട്ടുപോയി ബാംഗ്ലൂരിൽ ഒരുപാട് പല കാര്യങ്ങളും ചെയ്ത് അവിടെ ഒരു ചെറിയ ബിസിനസ്സിലൊക്കെ കയറി പറ്റി, ബിസിനസ് ബോയിയൊക്കെ ആയി, പിന്നെ കുറച്ച് പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് അവിടുത്തെ ഏതോ അമ്പലത്തിൽ കയറി പൂജയൊക്കെ ചെയ്ത് ആളുകളെ പറ്റിച്ച് മലയാളികളെ പറ്റിച്ച് അമ്പലത്തിൽ കയറി പൂജയൊക്കെ നടത്തി. പിന്നെ ശബരിമല ഒരു പ്രാവശ്യം വന്നു, അവിടെ ശുദ്ധ തോന്നിയവാസങ്ങൾ കാണിച്ചപ്പോൾ അവർ ചവിട്ടി ഇറക്കി വിട്ടു. പിന്നെ പോയതിന് ശേഷമാണ് രണ്ടാം വരവ് വന്നു. ഈ രണ്ടാം വരവ് എപ്പോഴില്ല, മോഹൻലാലിൻ്റെ സിനിമയെ പറയും പോലെ രണ്ടാം വരവ് ഒരു വല്ലാത്ത വരവായിരിക്കും. രണ്ടാം വരവ് വന്നപ്പോൾ കുറേ മുതലാളിമാരുടെ പണവും കൂടി കൊണ്ടുവന്ന് ശബരിമലയിൽ ഇരിക്കുന്ന ചേട്ടന്മാർക്കെല്ലാം കുറേശ്ശെ പണം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഇതൊരു കറവ പശുവാണ്, നമ്മുടെ ഉണ്ണി നല്ല കറവക്കാരനാണ് എന്ന് മനസ്സിലാക്കി ഉണ്ണിയെ പ്രോത്സാഹിപ്പിച്ചു.